നമസ്കാരം, വെൽക്കം ടു ആപ്പിൾ സ്റ്റോറി ക്ലബ്. നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുസ്തകം വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ കാണുമെങ്കിലും ഇതിൽ ഏത് വാങ്ങണം എന്നൊരു കൺഫ്യൂഷൻ പലപ്പോഴും വരും അല്ലെ. ഏറ്റവും മികച്ച പുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിക്കണം എന്നാണ് ആസ് പേരൻസ് അല്ലെങ്കിൽ ആസ് ടീച്ചേഴ്സ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ചെറുതായിട്ട് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത്, നിങ്ങൾ പുസ്തകം വാങ്ങാനായിട്ട് പോകുമ്പോൾ അവിടെ പി നരേന്ദ്രനാഥ് എന്നൊരു പേര് കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ശ്രീ പി നരേന്ദ്രനാഥിന്റെ പുസ്തകങ്ങൾ ഇഷ്ടമാവും. അതിന് ഒരു സംശയവും വേണ്ട. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അതായത് 1970കളിലും അതുപോലെ 80കളിലും ഒക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഏറ്റവും ആവേശത്തോടു കൂടി വായിച്ചിരുന്ന കഥകളാണ് ശ്രീ പി നരേന്ദ്രനാഥിൻ്റെത്. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം പട്ടാമ്പിക്കടുത്താണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എങ്കിലും എത്ര തലമുറകൾ കഴിഞ്ഞാലും വായിച്ചു രസിക്കാൻ പാകത്തിനുള്ള നല്ല കഥകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും യാത്രയായത്. അപ്പൊ ഞാൻ ഈ പുസ്തകത്തിന്റെ പേര് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പറയട്ടെ? പറയണോ അതോ കാണിക്കണോ? ശരി, കാണിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പുസ്തകം കണ്ടോ, കുഞ്ഞിക്കൂനനാണ്. ഈ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സെല്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബെസ്റ്റ് സെല്ലർ ആയിരുന്നു അന്നും, അതുപോലെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ കുഞ്ഞിക്കൂനന്റെ പുസ്തകം കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും കുഞ്ഞിക്കൂനന്റെ പുസ്തകം കിട്ടും. ഇത് വാങ്ങാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് മാമ്പഴം ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ച പുസ്തകമാണ്. പിന്നെ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇതിൽ നല്ല കളർഫുൾ പിക്ചേഴ്സ് ഒക്കെ ആണെന്ന്. അങ്ങനെയല്ല, ഇത് എന്റെ വീട്ടിലെ വികൃതിരാമൻ പെയിന്റ് ചെയ്തതാണ് കേട്ടോ. ഇതിനകത്ത് ആക്ച്വലി കളർഫുൾ പിക്ചേഴ്സ് അല്ലാതെ ഇതുപോലെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, ഈ കഥ കേട്ട ആവേശത്തിൽ എൻ്റെ വീട്ടിലെ കുഞ്ഞുണ്ണി ചെയ്തതാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊന്നും ഇതിനകത്ത് ആക്ച്വൽ കളേഴ്സോ ഒന്നും അല്ല, ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു. അപ്പൊ ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് കുഞ്ഞിക്കൂനന്റെ ഫാനായി മാറിയ ഒരാള് പെയിന്റ് ചെയ്തതാണ് ഇത്. ഇനി എന്താണ് കുഞ്ഞിക്കൂനന്റെ കഥ? കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്നത് ഒരു കൊച്ചു കുട്ടിയാണ്. അവൻ ജനിച്ച സമയത്ത് അവനെ പ്രസവിച്ചതും അവന്റെ അമ്മ മരിച്ചുപോയി. അതോടുകൂടി അച്ഛൻ അവനോട് വലിയ ദേഷ്യമായി. നീ ജനിച്ച പാടെ അല്ലെങ്കിൽ നീ ഭൂമിയിലേക്ക് വന്നപ്പോ നിന്റെ അമ്മ പോയല്ലോ എന്ന് പറഞ്ഞ്, ഒരിക്കലും ആ കുഞ്ഞിന്റെ തെറ്റല്ലെങ്കിൽ പോലും ആ അച്ഛൻ ആ കുഞ്ഞിനോടൊരു വിരോധം തോന്നി തുടങ്ങി. അപ്പൊ അദ്ദേഹം അതിന് ആഹാരം കുടിക്കില്ല, അതിനൊക്കില്ല അച്ഛൻ. അങ്ങനെ ഈ കാര്യം അറിഞ്ഞും കേട്ടും ആ നാട്ടിൽ ഒരു എഴുത്താശാൻ ഉണ്ടായിരുന്നു. എഴുത്താശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്ത് നമ്മൾ ഈ നഴ്സറി സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് എവിടെയാ പോയിക്കൊണ്ടിരുന്നത്? ആശാൻ പള്ളിക്കൂടത്തിൽ പോകും അല്ലെ. അവിടെ ഒരു ആശാനോ ആശാട്ടിയോ ഉണ്ടാവും. അവരാണ് നമുക്ക് മണലില് നമ്മളെ എഴുതി പഠിപ്പിക്കുന്നതും. അതുകൂടാതെ നമ്മൾ കുറെ നാൾ സ്ലേറ്റും പെൻസിലും ഒക്കെ വെച്ച് അവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ സ്ലേറ്റും പെൻസിലിനും ഒക്കെ മുമ്പുള്ള കാലത്തിലാണെങ്കിൽ നമ്മൾ പനയോലയിലും നാരായം കൊണ്ടാണ് എഴുതി പഠിച്ചിരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു എഴുത്താശാൻ ആ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളും ഇല്ല, ഭാര്യയും ഇല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും, ഈ കുഞ്ഞിനെ എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പൊ അച്ഛനാണെങ്കിൽ ഈ കൊച്ചിനെ ആരെങ്കിലും കൊണ്ടുപോയാൽ മതി എന്നും പറഞ്ഞ് നിൽക്കുക, എടുത്തോ എന്ന് പറയും. പക്ഷെ ഈ എഴുത്താശാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ കുഞ്ഞിനെ വളർത്തും. അവന്റെ മുതുകത്തൊരു കൂനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുത്താശാൻ അവനെ കുഞ്ഞിക്കൂന എന്ന് വിളിക്കുന്നത്. അപ്പൊ എഴുത്താശാൻ ആദ്യം ഇവനെ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് എഴുത്താശാന് ഒരാടുണ്ട്, വെളുമ്പി എന്ന അവളുടെ പേര്. അവൾക്ക് 2-3 കുട്ടികളും ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ വെളുമ്പിയെ വിളിച്ചിട്ട് പറയും, വെളുമ്പി ഇന്ന് മുതൽ ഈ കുട്ടിയെ നീ നോക്കണം എന്ന് പറയും. എന്നിട്ട് വെളുമ്പിയുടെ പാലൊക്കെ കുടിച്ചാണ് നമ്മുടെ കുഞ്ഞിക്കൂനൻ വളരുന്നത്. അവനെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും മുതുകത്തൊരു കൂനുണ്ടെങ്കിലും അവൻ അതിബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കഥയില് ഈ വളർത്തച്ഛൻ, അതായത് എഴുത്താശാൻ മരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനോട് പറയും, മോനെ എനിക്ക് പോയേ മതിയാവുള്ളൂ, പക്ഷെ നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, കാരണം അവനെ പഠിപ്പിച്ചിട്ടുണ്ട് ആശാൻ. അതുകൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയണം. ഒരിക്കലും നന്മയെ കൈവിടരുത്, അതുപോലെ അസത്യത്തെ കൂട്ടുപിടിക്കരുത്, നല്ല കുഞ്ഞായി
വളർന്നു വരണം, നീ വലിയ ആളാകും, എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കുഞ്ഞിക്കൂനന് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അവന്റെ കഷ്ടപ്പാടുകളും അവന്റെ പോരാട്ടങ്ങളും അവന്റെ അഡ്വഞ്ചറസ് യാത്രകളും ഒക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് വളരെ നല്ലൊരു പുസ്തകമാണ്. ഇത് പഴയ ഒരു കഥയല്ലേ, ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരം ഇഷ്ടമാവും എന്നാണ്. കാരണം ഞാൻ 2 ദിവസം കൊണ്ടാണ് എന്റെ വീട്ടിലെ 8 വയസ്സുകാരന് ഈ കഥ പറഞ്ഞു കൊടുത്തത്. അപ്പോ ഇതുവരെയും ഒരു പുസ്തകം ഞാൻ വായിച്ചു കൊടുത്തപ്പോഴും ഇതുപോലെ എനിക്ക് അതിൽ കളറടിക്കണം എന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കണം എന്നോ ഒന്നും എന്റെ മോൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പുസ്തകം വായിച്ചപ്പോൾ അവന് വീണ്ടും വീണ്ടും ആ കഥ കേൾക്കണമെന്നും അതുപോലെ ഈ കുഞ്ഞിക്കൂനനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അയാൾ ഈ കളറൊക്കെ അടിച്ച് ഇതിനകത്ത് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാവുന്ന ഒരു നല്ല പുസ്തകമാണ് പി നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന പുസ്തകം. ഇതിന് അന്നത്തെ കാലത്ത്, അതായത് ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ പുരസ്കാരവും ലഭിച്ച ഒരു കൃതിയാണ് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ തന്നെ രണ്ടാമത്തെ ഒരു പുസ്തകമാണ് ദേ ഇത്. ഈ വാല് കണ്ടപ്പോ തന്നെ ആരായിരിക്കും ഇതിലെ ഹീറോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? ഒരു കുരങ്ങച്ചനാണ്. വികൃതിരാമൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് ഒരു ഇല്ലത്ത്, ഒരു മനക്കല് നടക്കുന്ന കഥയാണ്. ആ മനക്കൽ ഒരു അച്ഛൻ നമ്പൂതിരിയുണ്ട്, ഒരു അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട്, വാസുവും നീലാണ്ടനും. ഒരു ദിവസം മനക്കല് ഒരു മരത്തിന്റെ കൊമ്പിൽ ഒരു അമ്മക്കുരങ്ങും ഒരു കുട്ടിക്കുരങ്ങും കൂടെ വന്നിരിക്കും. അപ്പൊ ഈ അമ്മക്കുരങ്ങാണെങ്കിൽ ഈ കൊച്ചു കുരങ്ങിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, അത് അമ്മയോട് ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ 2 കുരങ്ങുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് നമുക്ക് ചെയ്യണം തോന്നുന്നത് എന്തായിരിക്കും? നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? അതിനെ എറിഞ്ഞോടിക്കുക, അതേ കുരങ്ങൻ കുരങ്ങൻ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞോടിക്കുക അല്ലെ? അപ്പൊ അതുപോലെ ഈ വീട്ടിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യസ്ഥനും മറ്റു പണിക്കാരും ഒക്കെ ഈ കുരങ്ങനെയും കുട്ടിയെയും കണ്ടപ്പോൾ അതേ കുരങ്ങൻ കുരങ്ങൻ എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ ഈ കല്ല് ഈ അമ്മയുടെ ദേഹത്ത് കൊണ്ടു. അപ്പൊ ഈ അമ്മയ്ക്ക് നന്നായിട്ട് വേദനിച്ചു കാണും. അപ്പൊ അമ്മ എന്ത് ചെയ്തു? പെട്ടെന്ന് കൈവിട്ടു. അപ്പൊ കുഞ്ഞ് താഴെ വീണു. എന്നിട്ട് അമ്മ ഓടിപ്പോവാണ്. പക്ഷെ ഈ പോകുമ്പോഴൊക്കെ ഈ അമ്മ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇതില് മറ്റൊരു പാഠം കൂടിയുണ്ട്. പലപ്പോഴും പല ജീവികളോടും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചിലപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടു, റോഡിൽ ഒരു കാക്കക്കുഞ്ഞ് വീണ് കിടക്കുന്നു. അപ്പൊ ഇത് റോഡിൽ കിടക്കുകയാണ്. അപ്പൊ ഈ അമ്മ ഈ കുഞ്ഞിങ്ങനെ കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ആ റോഡിൽ നിന്ന് മാറ്റാനായിട്ട് ഈ കാക്കയമ്മ കാണിക്കുന്ന ഒരു പരാക്രമം. കാരണം വണ്ടി വന്ന് ഇടിക്കുന്ന കാക്കയ്ക്ക് അറിയാമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോഴത്തേനും കുറച്ച് നാട്ടുകാർ വന്നിട്ട് ആ കുഞ്ഞിനെ മാറ്റിയിട്ടു. അപ്പൊ ഈ കാക്കക്കുഞ്ഞിനെ രക്ഷിക്കാൻ പോകുന്നതും റിസ്ക് ആണ്. മറ്റു കാക്കകളെല്ലാം കൂടെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു ഒരു ഓർമ്മയിൽ വെക്കുക. അതായത് എപ്പോഴെങ്കിലും ഒരു ജീവി അതിന്റെ കുഞ്ഞുമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിവതും ജീവികളെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. കാരണം അതിനും നമ്മളെ പോലെ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ഉള്ളതാണെന്നുള്ളൊരു ചിന്ത നമുക്കും വേണം. ചിലപ്പോ ആഹാരം തേടി വരുന്ന ഒരു ജീവിയായിരിക്കും നമ്മൾ ഉപദ്രവിച്ച് വിടുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ കഴിവതും ചെയ്യാതിരിക്കാം. ഓക്കെ. അപ്പൊ ഈ കഥയിൽ സംഭവിച്ചതെന്ന് വെച്ചാല് ഈ കുട്ടിക്കുരങ്ങൻ ഇങ്ങനെ താഴെ വീണുപോയി. അമ്മ പോവുകയും ചെയ്തു. അമ്മ ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഈ കുഞ്ഞിനെ സങ്കടത്തോടെ തിരിഞ്ഞു നോക്കി പോവാണ്. അപ്പോൾ ആ ഇല്ലത്തെ അച്ഛൻ നമ്പൂതിരി ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഇവനെ കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട്, നല്ല കുട്ടിക്കുരിക്ക പോലെ ഇരിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങനാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ വളർത്താം. അങ്ങനെ ആ വീട്ടിന്റെ മുറ്റത്തായിട്ട് ഒരു മരക്കുറ്റി അടിച്ചിട്ട് അവനെ അതിൽ കെട്ടിയിടും. അവനൊരു പേര് വിടും, രാമൻ. അപ്പൊ അന്ന് മുതൽ അവൻ ആ വീട്ടിലെ രാമനായി. പക്ഷെ ഭയങ്കര കുരുത്തക്കേടാ. ആ കുരുത്തക്കേട് കാരണം അവന് വികൃതിരാമൻ എന്നുള്ള പേര് കിട്ടി. അപ്പോ മൃഗങ്ങൾക്കും എത്രമാത്രം ബുദ്ധിയുണ്ടെന്നും അതിനെ വളർത്തുന്ന അതിന്റെ ഉടമസ്ഥരോട് എത്രമാത്രം അതിന് സ്നേഹമുണ്ടെന്നും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു കഥയാണ് വികൃതിരാമനും. നേരത്തെ പുസ്തകത്തിലും കുറച്ച് അഡ്വഞ്ചർ ഒക്കെ ഉണ്ട്, ഇതിലും അങ്ങനെ തന്നെയാണ്. വികൃതിരാമൻ വാസുവിനെയും നീലാണ്ടനെയും ഒക്കെ രക്ഷിക്കുന്ന കഥയൊക്കെയാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിനും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ ഇതും പലരും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പേരൻസും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന ടീച്ചേഴ്സും ഒക്കെ നിങ്ങൾ ഒരു പക്ഷെ വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക്, കാരണം ഇപ്പൊ അവർ വീട്ടിലിരിക്കുകയാണ്, ഒരുപാട് സമയമുണ്ട് വായിക്കാനായിട്ട്, നിങ്ങൾക്ക് അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പുസ്തകമാണ് ഇത്. ഓൺലൈനിൽ അവൈലബിളുമാണ്. അപ്പൊ വികൃതിരാമനും കുഞ്ഞിക്കൂനനുമാണ് നമ്മുടെ ഇന്നത്തെ പുസ്തകങ്ങൾ. ഒപ്പം പി നരേന്ദ്രനാഥ് എന്ന പേര് നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് ബുക്ക് സ്റ്റാളുകളിൽ പോകുമ്പോൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി വാങ്ങാം. ഒരുപാട് നല്ല പുസ്തകങ്ങൾ വേറെയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരൊക്കെ നല്ല രസമാണ് കേട്ടോ. മനസ്സറിയും യന്ത്രം, ഉണ്ടനും ഉണ്ടിയും, ഇങ്ങനെയൊക്കെയുള്ള കഥാപുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായിട്ട് അല്ലെങ്കിൽ വീണ്ടും പുസ്തകങ്ങളെ പരിചയപ്പെടാനായിട്ട് കണ്ടുമുട്ടാം. അതുവരെ കീപ് റീഡിംഗ്, കീപ് ടെല്ലിംഗ് സ്റ്റോറീസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.